ഞാൻ ഡോക്ടർ അമൃത സതീശൻ. ഞാൻ HILS ജാമിയ ഹംദർദിൻ്റെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ് ഡൽഹിയിൽ. ഇപ്പോൾ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ക്ഷേമരാഷ്ട്രങ്ങളുടെ മോഡലുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷമുള്ള മോഡലുകൾ. അതൊരു തരത്തിൽ UK ഒരു പാറ്റേൺ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് കോൺസെപ്റ്റ് ലോകം പിന്തുടർന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇതൊരു ചാരിറ്റി മോഡലായിരുന്നു. ഇത് എവിടെ നിന്നാണ് ഈ കോൺസെപ്റ്റ് തുടങ്ങിയെന്ന് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചർച്ചുകളുമായി നടന്നിരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉറവിടം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനുശേഷം ഇത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫോർമാറ്റിലേക്ക്, അല്ലെങ്കിൽ ഇതൊരു സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്, ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്, മനുഷ്യരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന മനുഷ്യരെ കൂടി സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന ഒരു 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 എഫേർട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന നിലയിലേക്ക് വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ലോകമഹായുദ്ധത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരു പരിധി വരെ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എങ്ങനെ സ്റ്റേറ്റ് ഇതൊരു ഉത്തരവാദിത്തമായിട്ട് എടുത്ത് എന്തെല്ലാം ഐഡിയാസിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ബെവറിഡ്ജ് മോഡലും മാർഷലിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ്, അത് സോഷ്യൽ സിറ്റിസൺഷിപ്പിൻ്റെ മോഡൽ പറഞ്ഞ ആളാണ് മാർഷൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പലതും, ഇപ്പോൾ നമുക്കാണെങ്കിൽ അമർത്യ സെന്നിൻ്റെ മോഡലുണ്ട്. അപ്പോൾ അങ്ങനെ പല മോഡലുകളിലൂടെയൊക്കെയാണ് ഇത് വികസിച്ചത്. യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇത് മാത്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞൊരു കോളം വരച്ച് നമുക്കതിനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്കറിയാം. അതിനെല്ലാം അപ്പുറത്ത് ഒരു രാജ്യത്തിൻ്റെ അടിമ രാജ്യമായി ജീവിച്ചപ്പോൾ ഉണ്ടായ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ലിംഗപരവും ഒക്കെ ആയിട്ടുള്ള ഭയങ്കരമായ വിവേചനം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ അനുഭവം ഉണ്ട്, നമുക്കുണ്ട്. ഒപ്പം തന്നെ ലോകത്ത് നടക്കുന്ന അനുഭവങ്ങളെ കൂടി ചേർത്ത് വെച്ച് വായിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ വളരെ വലിയ നിലയിൽ ചർച്ച ചെയ്ത, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ വന്നൊരു കാലത്തും കൂടി, അതിനും കൂടി ശേഷമാണല്ലോ നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്ന 50-ൽ. അപ്പോൾ ഭരണഘടന തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പ്രിയാമ്പിളിനെ കാണാൻ വേണ്ടി പറ്റും. കാരണം ജസ്റ്റിസ് എന്ന വേർഡിൽ സോഷ്യൽ ഇക്കണോമിക് ആയിട്ടുള്ള ജസ്റ്റിസിനെ കുറിച്ച് ഇൻട്രോയിൽ തന്നെ, പ്രിയാമ്പിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള നീതിയെക്കുറിച്ച് ഈ ഭരണഘടന സംസാരിക്കും. നീതി ഉറപ്പാക്കലാണ് ഈ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് പ്രിയാമ്പിളിൽ പറയാം. പ്രിയാമ്പിളിൽ എല്ലാം ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വീണ്ടും നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. എന്ത് തരം നീതി, സാമൂഹിക നീതി, സാമ്പത്തികമായിട്ടുള്ള നീതി, ഇതെല്ലാം നമ്മളവിടെ പറയുന്നുണ്ട്. അപ്പൊ ബേസിക്കലി അത് തന്നെയാണ് വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം, മെയിൻ കോൺസെപ്റ്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മുടെ ഭരണഘടന എടുത്ത അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയും വെൽഫെയർ സ്റ്റേറ്റിന്റെ ഒരുപാട് മെഷേഴ്സ് കാണാം. അതാണ് യഥാർത്ഥത്തിൽ വേർഡ് മെഷേഴ്സ്. പലതരത്തിലുള്ള മെഷേഴ്സ് എടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ആ ബേസിക് ഡോക്യുമെന്റ്, ഈ രാജ്യത്തിന്റെ ബേസിക് ആയ ഡോക്യുമെന്റിന് തന്നെ അറിയാമായിരുന്നു ഈ രാഷ്ട്രത്തോടുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്തായിരിക്കണം. നമ്മൾ സിംപ്ലി പറയും, ഭരണഘടന എടുക്കുമ്പോൾ ആര് ഭരിക്കണമെന്ന് ഈ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, അവരെങ്ങനെ ഭരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെ ഭരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ എങ്ങനെ ഭരിക്കാം എന്നുള്ള ഭാഗത്ത് കൂടുതൽ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഇൻട്രോ വിട്ടാലും പിന്നെയും കാണാം. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും കാണാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗത്താണ്. തുല്യവേതനം, തുല്യ ജോലിക്ക് തുല്യവേതനം പോലുള്ള ഏറ്റവും നല്ല ഇക്വാലിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ എൻഷുർ ചെയ്തിരിക്കണം. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡെവലപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ളത് ഭരണകൂടം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭരിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം, ആ ലക്ഷ്യങ്ങളെ ചാർട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു, യഥാർത്ഥത്തിൽ നമ്പർ ചെയ്ത് കൊടുക്കുകയായിരുന്നു ഭരണഘടന ചെയ്തത്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിരുന്നു എന്തെല്ലാം തരത്തിലുള്ള എലിമെന്റ്സ് ആണ് അവിടെ വേണ്ടത്. ഇപ്പോൾ 42, 43 ഒക്കെ ആണെങ്കിലും തുല്യതയെക്കുറിച്ച് സംസാരിച്ചു, തുല്യമായ സാമ്പത്തിക വിതരണത്തെക്കുറിച്ച് സംസാരിച്ചു, വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യരുത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ആശയം ഇതിനുള്ളിൽ പറഞ്ഞു. അതേസമയം തന്നെ ഇപ്പുറത്ത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് വന്നാൽ ആർട്ടിക്കിൾ 21 പരിധിയിൽ ഭരണഘടന റൈറ്റ് ടു ലൈഫ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, ഈ ലൈഫ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കോമ്പോണൻസ് പിന്നീട് പല കാലങ്ങളിൽ കോടതി കയറി ഇറങ്ങിയ വിധികളിലൂടെയും ഒക്കെ കോടതികളുടെ ഇടപെടലിലൂടെ തന്നെ ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പോൾ അതിന് റൈറ്റ് ടു ഹെൽത്ത് ഒക്കെ വരുന്നുണ്ട്. ഹെൽത്തിന്റെ പ്രൊട്ടക്ഷൻ, മനുഷ്യരുടെ ആരോഗ്യവും സമ്പത്തും, ഇതൊക്കെ ക്ഷേമരാഷ്ട്രത്തിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഇതിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഭരണഘടന പറയുന്നുണ്ട്. പിന്നെ തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഏതെടുത്താലും നമുക്ക് അതിനകത്തൊരു യഥാർത്ഥത്തിലൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ എലിമെന്റ് കാണാം.
ഇതിന് പ്രശ്നം ഭരണഘടന ഇത് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉണ്ടാവണമെന്ന് തത്വം പറഞ്ഞു വെക്കുന്നത് കൊണ്ടായില്ലല്ലോ. പിന്നീടുള്ള കാലത്ത് ഭരണകൂടം എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ നമ്മൾ ഈ ഭരണഘടന മുന്നോട്ട് വെച്ച ക്ഷേമരാഷ്ട്രത്തിന്റെ ആശയങ്ങളെ, അല്ലെങ്കിൽ ഇന്ത്യ ആക്ട് ചെയ്യേണ്ടത് എന്ത് തരം സ്റ്റേറ്റ് ആയിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു വെൽഫെയർ സ്റ്റേറ്റ് കൂടി ആയിരിക്കണം എന്ന ഐഡിയ ഭരണഘടന പറയുന്നുണ്ട്, ക്ലിയർ കട്ടാണ്. അപ്പൊ അതിനുശേഷം പിന്നീട് വന്ന ഗവൺമെന്റുകൾ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ MNREG പോലെ അല്ലെ, അപ്പൊ പ്രധാനമന്ത്രി പലതരത്തിലുള്ള യോജനകൾ നമ്മുടെ ഓരോ കാലത്തും വന്ന സർക്കാരുകൾ എടുത്ത 5 വർഷ കാലയളവിൽ ഇടവിട്ടെടുത്ത ഓരോ പദ്ധതികളാവട്ടെ, 5 ഇയർ പ്ലാനിങ്ങിലാവട്ടെ, നോക്കിക്കേ എന്തെല്ലാം തരത്തിലുള്ള. അപ്പൊ ആദ്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു വലിയ പ്രയാസം പിടിച്ചൊരു ഹേർഡിലായിരുന്നു. അപ്പൊ അവരുടെ ഭക്ഷണം ഉറപ്പാക്കുക, അവരുടെ ആരോഗ്യം ഉറപ്പാക്കുക എന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സ്റ്റേറ്റ് ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് റേഷൻ വെച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ ഒരു സ്കീമിലേക്ക് നമ്മൾ മാറി. അപ്പൊ പലതരം പോളിസീസ് ആൻഡ് സ്കീംസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പൊ നമ്മൾ കറന്റ്ലി പറയുകയാണെങ്കിൽ എന്താണ്, അതിദരിദ്രരായ മനുഷ്യരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് ഇല്ലേ. അതൊരു ഈ കഴിഞ്ഞ ഇപ്പൊ ഈ ഒരു സർക്കാർ പറയുന്നത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പീരീഡിൽ അവരെടുത്ത എക്സ്ട്രാ എഫേർട്ട് അത് ഈ പറയുന്ന ബേസിക് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ക്ഷേമരാഷ്ട്ര ആശയത്തെ എങ്ങനെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്നുകൊണ്ട് സർക്കാരുകൾ പോളിസീസിനെ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ലീഗലി ക്ഷേമരാഷ്ട്ര ആശയം ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബേസിക് ഡോക്യുമെന്റ് ഇറ്റ്സെൽഫ് സ്പീക്സ് അബൌട്ട് ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ പലപ്പോഴായി രാജ്യത്ത് അതിനുതകുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് നടപ്പിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം ഒരിടത്താണ്. ലീഗൽ ബാക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്തു തരത്തിലുള്ള ക്ഷേമത്തെയാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യണത്, അതായത് പ്രയോറിറ്റികൾ നമ്മൾ ഫിക്സ് ചെയ്തു എന്നുള്ളതൊരു ചോദ്യമുണ്ട്. മനുഷ്യർക്ക് ഇതെല്ലാം ആവശ്യമുണ്ട്. സാമ്പത്തിക തുല്യത അടിയന്തരമായിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു മൂലധനത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇതിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പ്രയോറിറ്റികൾ ഫിക്സ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനം. നമ്മൾ ആദ്യം ദാരിദ്ര്യത്തെ അഡ്രസ്സ് ചെയ്യണോ, അതേ ആദ്യം നമ്മൾ ആരോഗ്യത്തെ അഡ്രസ്സ് ചെയ്യണോ, ഫുഡിനെ അഡ്രസ്സ് ചെയ്യണോ, വെള്ളത്തിനെ അഡ്രസ്സ് ചെയ്യണോ, ഇങ്ങനൊരു ചാലഞ്ച് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യാനന്തരത്തിൽ ഇത് ഭീകരമാണ് പല സ്ഥലങ്ങളിലും ഇല്ലേ. ജിയോഗ്രഫിക്കലി തന്നെ ഒഴിവായി കിടന്ന പ്രദേശങ്ങളുണ്ട്. ജിയോഗ്രഫിക്കലി തന്നെ പലതരത്തിലുള്ള അവഗണനകൾ നേരിട്ട പ്രദേശങ്ങൾ ഉണ്ടാവാം. ജാതി, മതം, ലിംഗം ഇതെല്ലാം തരത്തിലുമുള്ള അവഗണനകൾ സാമൂഹിക തലത്തിൽ അനുഭവിച്ച മനുഷ്യരുണ്ട്. അപ്പൊ ഇവരിലേക്കൊക്കെ എത്താൻ വേണ്ടി ഈ സ്കീമില് എന്താണ് നമ്മുടെ പ്രയോറിറ്റി, എന്താണ് നമ്മുടെ പ്ലാൻ, ഹൗ ഇറ്റ് വിൽ ഇംപ്ലിമെന്റ്, ഇതുവരെയൊക്കെ നമ്മൾ ഒരുവിധം ശ്രദ്ധിച്ചു. പക്ഷെ നമ്മുടെ ചോദ്യം ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതിന്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് പലയിടത്തും അനലൈസ് ചെയ്തു എന്നുള്ളത് എല്ലായിടത്തും ഇല്ല എന്നുള്ള ഒരു അടച്ചാക്ഷേപമൊന്നുമല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് വരെ പലപ്പോഴും ശ്രദ്ധിക്കും. ഇംപ്ലിമെന്റേഷൻ തന്നെ പലപ്പോഴും കോർഡിനേഷന്റെ പ്രശ്നം കൊണ്ട് പ്രശ്നം വരാറുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു തുടർന്നുള്ള ചോദ്യങ്ങൾ അത് തന്നെ പറയേണ്ടി വരും. അപ്പോൾ കോർഡിനേഷൻ ഇഷ്യൂസ് വരാറുണ്ട്. അത് വിട്ടാൽ പോലും പലപ്പോഴും നമ്മൾ ഇതിലേക്ക് റീവിസിറ്റ് ചെയ്യാറില്ല. ഈ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഔട്ട്, എങ്ങനെയുണ്ട്, എന്താണ് അതിലുണ്ടായ വ്യത്യാസം. അപ്പൊ നമ്മൾ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു അടുത്തൊരു ഘട്ടം നമ്മളൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലെവിടെയൊക്കെയോ നമുക്ക് ചില ഭാഗങ്ങളിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകൾ ഇതിന്റെ സ്റ്റഡി നടക്കണമെന്നാണ് എല്ലാ പ്ലാനുകളും പറയുന്നത്. പ്ലാനുകളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ റിന്യൂ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ചില പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എനിക്കൊന്ന് തുടർന്ന് സംസാരിക്കാം.